ഒരു 2-3 ദിവസം മുമ്പേ ലവ്ലി ബാബു എന്ന് പറഞ്ഞ നാടക നടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും വൻ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. പലരും അത് ശ്രദ്ധിച്ചു കാണും. ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞ ഒരു വൃദ്ധസദനത്തിൽ ഈ പറഞ്ഞ ലവ്ലി ബാബുവും അമ്മയും അഭയം തേടിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണിത്. ലവ്ലി ബാബുവിന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം 90 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. എന്തായാലും ഞാൻ ഈ ലവ്ലി ബാബുവിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള കൊല്ലം തുളസിയുടെ ഒരു പ്രസംഗത്തിൽ നിന്നാണ്. ഗാന്ധി ഭവനിൽ എന്തോ പരിപാടിക്കിടെ കൊല്ലം തുളസി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗത്തിലാണ് ഇവർ ലവ്ലി ബാബുവിനെ കുറിച്ച് പരാമർശിക്കുന്നത്. നമ്മൾ എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോൾ ഞാൻ സ്വയം ഇവിടെ വന്ന് ഒരു 6 മാസം കിടന്നു. എന്റെ കൂടെ അഭിനയിക്കുകയും ഒരു വലിയ നാടക നടി കൂടി ഇരിപ്പുണ്ട്, ലവ്ലി. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ച് ഒരു നടിയാണ്. സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആരുമില്ല. സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ്. ലവ്ലിക്ക് ലവ്ലിയുടെ അമ്മയെ വിട്ട് പിരിയാൻ വയ്യ. മാതൃസ്നേഹമാണല്ലോ ഏറ്റവും വലുത്. ഭർത്താവും മക്കളും പറഞ്ഞ നിങ്ങൾ തള്ളയെ കൊണ്ട് എവിടെങ്കിലും കൊണ്ട് കളയുന്ന ഒരു അമ്മയെ കൊണ്ട് കളയാൻ ലവ്ലിക്ക് കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടായി, പീഡനങ്ങളായി, പ്രയാസങ്ങളായി, ദാരിദ്ര്യമായി ആയകാലത്ത് ഉണ്ടാക്കിയതെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു. പിള്ളേർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. അവരിവിടെ വന്ന് അഭയം പ്രാപിച്ചിരിക്കുക. 2 കൈ നീട്ടി ഗാന്ധിഭവൻ അവരെ സ്വീകരിച്ചു. ഇതാണ് അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ. 2 ദിവസം മുമ്പേ നമ്മൾ റിയാക്ട് ചെയ്തൊരു ക്ലിപ്പിന്റെ ഭാഗമാണ് കേട്ടത്. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കൊല്ലം തുളസിക്ക് സ്വന്തം മക്കളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്. നമ്മുടെ ചാനൽ നമ്മൾ ഇടയ്ക്കിടെ ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള സോഷ്യൽ മീഡിയ ഹോട്ട് ടോപ്പിക്കിന്റെ ഒരു 5-1 വ്യൂസ് പോലും ഇത്തരം വീഡിയോകൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. കാരണം ആളുകൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇരുന്ന് കാണാൻ താല്പര്യമില്ല. പക്ഷെ എന്നാലോ പരദൂഷണം ചാനൽ എന്ന പേര് വേറെ. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തായാലും ലവ്ലി ബാബുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് കൊല്ലം തുളസി വിവരിക്കുന്നുണ്ട് അല്ലെ. സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളും ആ അമ്മയെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറഞ്ഞിട്ട് പോലും കളയാതെ ആ അമ്മയും കൂട്ടി ഗാന്ധി ഭവനിലേക്ക് വന്ന ഒരു മകൾ എന്ന രീതിയിലാണ് ഇവിടെ കൊല്ലം തുളസി സംസാരിച്ചു വെക്കുന്നത് അല്ലെ. ഇതിന് പിന്നാലെ തന്നെ ഈ ലവ്ലി ബാബുവുമായി ബന്ധപ്പെട്ടുള്ള മനോരമ ന്യൂസിന്റെ ഒരു റിപ്പോർട്ടും വൻ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. ഇനി വല്ലാത്തൊരു സ്നേഹബന്ധത്തിന്റെ കഥയും അതുപോലെ തന്നെ സമൂഹത്തിൽ ചില ആളുകളൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു പോകുന്നതുമായ ഒരു റിപ്പോർട്ടിലേക്കാണ്. അമ്മയെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട ഭർത്താവിനോടും മക്കളോടും ബൈ പറഞ്ഞ് പ്രമുഖ സീരിയൽ സിനിമാ താരം ലവ്ലി ബാബു 92 വയസ്സുള്ള അമ്മയുമായി കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിലെത്തി. 100-ലേറെ സീരിയലിലും 20-ലേറെ സിനിമയിലും വേഷമിട്ട താരമാണ് ഉറ്റവർ കൈവിട്ടപ്പോൾ ഗാന്ധി ഭവനിൽ അമ്മയുമായി അഭയം തേടിയത്. ഒറ്റമോളായതുകൊണ്ട് വാർദ്ധക്യത്തിൽ അമ്മ ഏറെ പ്രതീക്ഷിക്കുമെന്നും അത് നിറവേറ്റേണ്ട കടമ മകൾക്കുള്ളതാണെന്നും ലവ്ലി ബാബു മനോരമ ന്യൂസിനോട് പറഞ്ഞു. എല്ലാവരും അമ്മയെ തള്ളിപ്പറഞ്ഞപ്പോൾ വെള്ളി വെളിച്ചത്തിന്റെ ഗ്ലാമറൊന്നും നോക്കാതെ 92 വയസ്സായ അമ്മയെയും താങ്ങിപ്പിടിച്ചാണ് ലവ്ലി ബാബു വീട് വിട്ടിറങ്ങിയത്. ഇനിയുള്ള ജീവിതം അമ്മയോടൊപ്പമെന്ന് തീരുമാനിച്ചു. ജീവിതത്തിന്റെ മുഴുവൻ സമയവും അമ്മയ്ക്ക് നീക്കിവെച്ചാണ് ഇപ്പോൾ ലവ്ലി ബാബുവിന്റെ ജീവിതം. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം എൻ്റെ മക്കൾ 2 പേരും ജോലിക്കാർ. ഒരാൾ എയർഫോഴ്സ്, ഒരാൾ മാൽഡീവ്സിൽ ഫാർമസിസ്റ്റാണ്. അവരുടെ വൈഫും ഒക്കെ അവരുടെ കൂടെ. അപ്പം അമ്മയെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിന് പണ്ട് തൊട്ടേ അമ്മയോട് എത്ര. പിന്നെ അമ്മ ഇച്ചിരി പൊസസീവ്നെസ് കൂടുതലുള്ള. ഞാൻ തന്നെ എല്ലാം ചെയ്യണം, അവരെത്ര ചെയ്താലും പറ്റുന്നില്ല. അത് അവർ ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഡിപ്രഷനായി എനിക്കും അമ്മയ്ക്കും ഇടയിൽ. ഒരുപാട് ഞങ്ങളും തമ്മിൽ വഴക്കുണ്ടാക്കും. വീട്ടിൽ വന്ന സ്വൈര്യമില്ല. അപ്പോൾ എനിക്ക് വർക്കിന് പോകാൻ പറ്റുന്നില്ല. വർക്കിൽ നിന്ന് അമ്മയ്ക്ക് സുഖമില്ലാണോ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു. അപ്പോൾ എനിക്ക് വരുമാനം കുറഞ്ഞപ്പം ഒന്നുകൂടെ പ്രശ്നങ്ങളായി വീട്ടിൽ. അമ്മയ്ക്ക് ഡയപ്പർ വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പൈസ ഇല്ലേ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർത്തു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പം ഞാനിങ്ങനെ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു നിർത്തില്ലെങ്കിൽ ഇനി പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ഗാന്ധി ഭവനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ലവ്ലി പറഞ്ഞു വെക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ വാർദ്ധക്യം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ പ്രായം കൂടുന്തോറും മനുഷ്യനെ മനസ്സിൽ ചുരുങ്ങി വരുമെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഒട്ടുമിക്ക മനുഷ്യന്മാരും ചെറിയ കുട്ടികൾ പോലെ ആയിരിക്കും പെരുമാറുക അല്ലെ. അനാവശ്യമായി വാശി പിടിക്കുക, കിടന്നിടത്ത് മുള്ളുക, വെറുതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതൊക്കെ 80 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നമ്മൾ പുറമെ നിന്ന് നോക്കി കാണുന്ന പോലെ ആയിരിക്കില്ല. ഇവര് പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ. നമ്മുടെ മനസ്സിനെ പോലും നമ്മൾ അതിനു വേണ്ടി രൂപപ്പെടുത്തി എടുക്കേണ്ടി വരും. ഇപ്പൊ എന്റെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് 80 വയസ്സ് വരെ ഒന്നും ജീവിച്ചിരിക്കരുത് എന്നുള്ളതാണ്. കൂടി പോയ 60 അല്ലെങ്കിൽ 70 അതിനുള്ളിൽ അങ്ങ് തട്ടിപ്പോകണം. അതിനപ്പുറത്തേക്ക് ജീവിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല. എന്തിനാ വെറുതെ നമ്മൾ ഉറ്റവരെയും മുടിവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ മാത്രമല്ല നമുക്കും തീരെ ആരോഗ്യം ഉണ്ടാവില്ല, വെറും കെടുത്തായിരിക്കും. എല്ലാം കൂടെ ഒരു വൃത്തികെട്ട ലൈഫായിരിക്കും അത്. ഇല്ല എങ്കിൽ 70 കഴിഞ്ഞിട്ടും ആരോഗ്യത്തോടെ എണീറ്റ് നടക്കാൻ പറ്റണം. അങ്ങനെയെങ്കിൽ പിന്നെയും ഓക്കെ. അങ്ങനെയുള്ള റെയർ ആയിട്ടുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിലുള്ളൂ അല്ലെ, മമ്മൂട്ടിയെ പോലൊക്കെ തന്നെ. അല്ലാതെ ഒരു കിടപ്പി രോഗിയായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതിനും ഭേദം മരിക്കുന്നതാണ്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വാർദ്ധക്യം എന്ന് പറഞ്ഞത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു പരീക്ഷണമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മളെ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നറിയാനും കൂടിയുള്ള ഒരു പരീക്ഷയും കൂടിയാണത്. എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം. വലിയ ജോലിയുള്ള മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച്
വീട് വിട്ടിറങ്ങിയ ലൗലിക്ക് നാടിന് നൽകാനുള്ള ഉപദേശവുമുണ്ട്. വാർദ്ധക്യം ഒരു അവസ്ഥയാണ്. പല രീതിയിൽ പിന്നെ എൻ്റെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടുള്ളൊരു അമ്മയല്ല. അമ്മയ്ക്ക് രണ്ടാനമ്മയായിരുന്നു. ഇനി എൻ്റെ അച്ഛൻ ഒത്തിരി അമിതമായി അമ്മയെ സ്നേഹിച്ചിരുന്നു. അച്ഛൻ പോയതോടെ അമ്മയ്ക്ക് പ്രഷർ എന്നൊരു രോഗമുണ്ടല്ലോ, അമ്മയ്ക്ക് ഒരു രോഗം ഇതുവരെ ഇല്ല. പിന്നെ അമ്മ കഷ്ടപ്പാട് എന്ന് വെച്ചാൽ ലോകത്തൊരു സ്ത്രീയും ഇനി ഒരമ്മമാരും ഇത്രയും കഷ്ടപ്പെടരുതെന്ന് എനിക്കൊരു ഇതുണ്ട്. ഒരമ്മമാർക്ക് ഇങ്ങനെ കഷ്ടപ്പാട് വരരുത്. വീട്ടിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള ആലോചന ഇപ്പോൾ ഇല്ല. തൽക്കാലം അമ്മയുടെ ആരോഗ്യവും ജീവിതവും, ബാക്കിയെല്ലാം പിന്നീടെന്നാണ് ലൗലി പറയുന്നത്. ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോഴും സ്നേഹിക്കുന്നവരുടെ ഫോൺ കോളുകൾ ഇപ്പോഴും ആശ്വാസമാണെന്നും ലൗലി ബാബു മനോരമ ന്യൂസിനോട് പറഞ്ഞു. 100 സീരിയലുകളും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തുടക്കം അന്നൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ്. കുറച്ച് നാളായുള്ളൂ ഞാനൊരു മെഗാ സീരിയൽ എന്ന് പറയത്തക്ക രീതിയിൽ, അതും 10-12 സിനിമ. തന്മാത്ര, ബ്ലസ് സാറിൻ്റെ തന്മാത്ര, പ്രണയം, പിന്നെ ഷാജി എം തൈക്കാടിൻ്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഓക്കെ ചാക്കോ കൊച്ചിൻ മുംബൈ, പിന്നെ ശ്രീനി സാറിൻ്റെ കൂടെ പറുദീസ, അവസാനം ചെയ്ത ആഹാ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അപ്പൊ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്പൊ ഈ അമ്മയുടെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള രോഗം കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് ലൗലി സംസാരിച്ചു വെക്കുന്നത് അല്ലേ. എങ്കിൽ കൂടിയും ഇവർ പറ്റുന്ന രീതിയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഏതോ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളിക്കാര് GCN ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ വന്ന് സംസാരിക്കുന്നുണ്ട്. മുന്നോട്ട് പോകണല്ലോ, അതിന് ജോലി കാണല്ലോ, അപ്പൊ എന്തായാലും അഭിനയിച്ചല്ലേ പറ്റൂ. പക്ഷെ ഇവർ സീരിയലിൽ മാത്രമല്ല ജീവിതത്തിലും അഭിനയിക്കുകയാണെന്നുള്ളത് ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ലൗലി ബാബു എന്ന് പറഞ്ഞ സ്ത്രീ സ്വന്തം വീട്ടിൽ നിന്നും അമ്മയോട് പെരുമാറുന്ന ഒരു വീഡിയോ ക്ലിപ്പാണിത്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് എന്റെ ലൗലി ബാബുவோட അമ്മയോട് സംസാരിക്കുന്നത്. ഇറങ്ങി പോടി, ഇതിനകത്ത് നിൽക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതേ ആൾ തന്നെയാണ് ചാനൽ വന്നിട്ട് വാർദ്ധക്യം ഒരു അവസ്ഥയാണ്, എന്റെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത്. ശരിക്കും എല്ലാവരും കണ്ടല്ലോ ഇവരുടെ റിയൽ ഫേസ്. അത്രേ ഉള്ളൂ. ഇതിൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാണെന്ന് വെക്കാം. ഇപ്പൊ നമ്മൾ ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ പലരോടും നമ്മൾ വായി തോന്നിയ പലതും പറയാറുണ്ട് അല്ലെ. ഇപ്പൊ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി കിടന്ന കിടക്കയിലും ഉള്ളുന്ന സമയത്ത് മറ്റൊരു പണിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ചിലപ്പം ഈ മകൾക്ക് അമ്മയോട് ദേഷ്യപ്പെടേണ്ടി വരും. നമുക്ക് അതിന് ആ രീതിയിൽ ലൈറ്റ് ആയിട്ട് എടുക്കാം. ഞാനും തുടക്കത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ആ രീതിയിൽ ഈ വീഡിയോയെ ലൈറ്റ് ആക്കി എടുത്തതായിരുന്നു. പക്ഷെ ഇവർ അമ്മയെ അഭിസംബോധന ചെയ്ത രീതി എടി പോടി, ഇറങ്ങി പോടി എന്നൊക്കെയാണ് സ്വന്തം അമ്മയെ വിളിക്കുന്നത് അല്ലേ. അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവർ അമ്മയെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എന്ന്. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നമ്മൾ എത്ര വെറുപ്പിച്ചാലും, ആ വ്യക്തി നമ്മൾ എത്ര നോവിച്ചാലും നമ്മൾ ഒരിക്കലും അവരെ തിരിച്ച് എടി ഇറങ്ങി പോടി എന്നൊന്നും പറയത്തില്ല അല്ലെ. നമ്മളൊരു വ്യക്തിയെ എടി പോടി എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിൽ ഇവിടെ ലൗലി സ്വന്തം അമ്മയെ അഭിസംബോധന ചെയ്തതാണ് എന്നെ വിഷമിപ്പിച്ചത്. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ലൗലി ബാബു എന്ന് പറയുന്ന നാടക നടിയുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്. ഇനിയെങ്കിലും എല്ലാവർക്കും മനസ്സിലായല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതല്ല ആരുടെയും യഥാർത്ഥ ജീവിതം എന്നുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.